नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 69. ഭഗവാൻ കൃഷ്ണന്റെ നിത്യകർമ്മങ്ങൾ. പേജ് നമ്പർ 674. കിടക്കയിൽ നിന്നെഴുന്നേറ്റയുടൻ കൃഷ്ണൻ കൈകാലുകളും മുഖവും കഴുകി തറയിലിരുന്ന് തന്നെ ധ്യാനിക്കും. നാമും ഇതുപോലെ നമ്മെത്തന്നെ ധ്യാനിക്കണമെന്ന് ഇതിനർത്ഥമില്ല. നാം കൃഷ്ണനെ, രാധാകൃഷ്ണനെയാണു ധ്യാനിക്കേണ്ടത്. അതാണ് യഥാർത്ഥമായ ധ്യാനം. കൃഷ്ണൻ തന്നെയാണ്. അതിനാൽ ബ്രഹ്മമുഹൂർത്തം രാധാകൃഷ്ണ ധ്യാനത്തിനായി വിനിയോഗിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ചെയ്യുന്നതിൽ കൃഷ്ണനു നല്ല സംതൃപ്തി തോന്നും. ബ്രഹ്മമുഹൂർത്തം രാധയെയും കൃഷ്ണനെയും ധ്യാനിക്കാൻ വിനിയോഗിക്കുകയും പ്രഭാതത്തിൽ ഉണരുകയും ഉണർന്നാലുടൻ കൃഷ്ണാവബോധത്തിലേർപ്പെടുകയും ചെയ്യേണ്ടതെങ്ങനെയെന്നു മനുഷ്യരാശിയെ മുഴുവൻ പഠിപ്പിക്കാൻ ശ്രീമതി രുക്മിണീ ദേവിയും കൃഷ്ണനും എന്താണ് ചെയ്തതെന്ന് ചിന്തിക്കുകയും ചെയ്താൽ നമുക്കും അതീന്ദ്രിയമായ സംതൃപ്തിയും സന്തോഷവും അനുഭൂതമാകുന്നതാണ്. രാധാകൃഷ്ണന്മാരുടെ നിത്യമായ ബാഹ്യരൂപത്തെ ധ്യാനിക്കുന്നതും ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉരുവിടുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കൃഷ്ണന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ തന്നെ ധ്യാനിക്കയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ധ്യാനത്തിന്റെ ലക്ഷ്യം ബ്രഹ്മമാണ്, പരമാത്മാവാണ്. അതുമല്ലെങ്കിൽ പരമപുരുഷനായ ഭഗവാനാണ്. എന്നാൽ കൃഷ്ണൻ സ്വയം ഇതു മൂന്നുമാണ്. അദ്ദേഹം പരമപുരുഷനായ ഭഗവാനാണ്. സ്ഥാനികമായ പരമാത്മാവും അദ്ദേഹത്തിന്റെ വികാസമാണ്. അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ശരീരത്തിലെ കിരണങ്ങളാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മദീപ്തി. അതിനാൽ കൃഷ്ണൻ ഏകനും അദ്വിതീയനുമാണ്. അദ്ദേഹത്തിനു വേർതിരിവില്ല. അതാണ് സാധാരണ ജീവികളും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ ജീവികൾക്കൊക്കെ അനേകം വ്യതിരിക്തതകളുണ്ട്. ഒരു സാധാരണ ജീവചൈതന്യം അതിൻ്റെ ശരീരത്തിൽ നിന്നു വ്യത്യസ്തമാണ്. അവൻ മറ്റു വിഭാഗത്തിൽപ്പെട്ട ജീവാത്മാക്കളിൽ നിന്നു ഭിന്നനുമാണ്. ഒരു മനുഷ്യവ്യക്തി മറ്റു മനുഷ്യരിൽ നിന്നു വ്യത്യസ്തനാണ്. അവൻ മൃഗങ്ങളിൽ നിന്നു വേറിട്ടു നിൽക്കുന്നു. സ്വന്തം ശരീരത്തിൽ പോലും അവനു വിഭിന്നങ്ങളായ അവയവങ്ങളുണ്ട്. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്. പക്ഷേ നമ്മുടെ കൈകൾ കാലുകളിൽ നിന്നു ഭിന്നമാണ്. കൈക്ക് കാലുപോലെ പ്രവർത്തിക്കാനാവില്ല. കാലിനു കൈ പോലെയും പ്രവർത്തിക്കാൻ പറ്റില്ല. കണ്ണുകൾക്കു ചെവികളെപ്പോലെ കേൾക്കാൻ കഴിവില്ല. ചെവികൾക്കു കാണാനുമാവില്ല.
ഈ വ്യത്യാസങ്ങൾക്കു സാങ്കേതികമായി പറയുന്നത് സ്വജാതീയ വിജാതീയ എന്നാണ്. ഹരേ കൃഷ്ണ.